Namaskaram and welcome back to my channel. അപ്പോൾ എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ്, തോന്നൽ കേക്ക്. നമ്മുടെ അഹാനയുടെ തോന്നൽ കേക്ക്. അപ്പം ആ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു കേക്ക്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ യൂട്യൂബിലൊക്കെ എല്ലാവരും അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ് നമ്മളെ സിറൽ കേക്ക് അല്ലെങ്കിൽ ബണ്ട് കേക്ക്. ഇപ്പൊ നമ്മൾ അഹാന ഇട്ട പേരാണ്. അഹാനക്ക് ഒരു തോന്നൽ വന്നതാണ്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്കും ചെറുതായിട്ടൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറുതെ ഈ ഒരു മോൾഡ് വാങ്ങിയിട്ട് അങ്ങ് ഉണ്ടാക്കണ്ടെന്ന് കരുതി. എന്താന്ന് വെച്ചാല് ഇതിപ്പോ നമുക്ക് ഈ ഒരു മോൾഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് പ്രത്യേകിച്ച് സെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ടീ കേക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോൾഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് ആ ഒരു മോൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പൊ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇവിടെ ഓൺലൈനിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഞാനിത് ആമസോൺ വഴിയൊന്നും വാങ്ങിയല്ല കേട്ടോ. ഇതിന് പ്രത്യേക നന്ദി പറയുന്നു നമ്മുടെ സുമയ്യാന്റെ അടുത്താട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോം ബേക്കർ തന്നെയാണ് സുമയ്യ. അപ്പം അവളുടെ കയ്യിൽ ഈ ഒരു മോൾഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങ് തിരിച്ചു തരാന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും വരില്ല. അതുകൊണ്ട് ഇത് വാങ്ങി വെച്ചിട്ട് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളിത് വാങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. പക്ഷെ ഇത് കിട്ടിയതുണ്ടല്ലോ, ആ കുട്ടിയും ഈ പറഞ്ഞ പോലെ ഈ ഒരു കേക്കിന്റെ ഈ ഒരു മോൾഡ് വാങ്ങിച്ചിട്ട് ഒരുപാട് കാലമായി. പണ്ട് ബേക്കിങ്ങിന്റെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് കുറച്ചൊരു ഭയങ്കര എന്താ പറയാ ജിഗ്ലി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കേക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ ഇടണില്ല. ഇതിൽ കൂടെ കൊക്കോ പൗഡറും കൂടി ഉണ്ട്. 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കേക്ക് മാത്രം തന്നെ നമുക്ക് 1 kg വെയിറ്റ് വരുന്ന ഇതിലാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ നോർമൽ 4 egg വെച്ചിട്ടാണ്. പക്ഷേ ഇതിൽ ബട്ടർ മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കേക്ക് തന്നെ 1 kgയുടെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ക്ലീൻ ആയ ഒരു ബൗളിലേക്ക് ഒരു 4 egg പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിതിൻ്റെ കൂടെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത് തുടങ്ങണം അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി കേക്ക് ചെയ്യണ പോലെ തന്നെയാണ്. പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഓയിലും ബട്ടറും കൂടെ 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മാത്രം 1/2 കപ്പ് അല്ലെങ്കിൽ ഓയിൽ മാത്രം 1/2 കപ്പായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 1/2 കപ്പ് എടുത്തിട്ട് അതിൽ പകുതി ബട്ടറും ബാക്കി 1/4 ഭാഗം ഓയിലും ആണ് കേട്ടോ. സൺഫ്ലവർ ഓയിലും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ സ്പഞ്ച് കേക്കിൽ ഓയിൽ മാത്രം ചേർക്കും. പിന്നെ നമ്മൾ ടീ കേക്കിലൊക്കെ ആണെങ്കിൽ ബട്ടറും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർ മിൽക്ക് അറിയാലോ ഉണ്ടാക്കാനായിട്ട്, നമ്മൾ റെഡ് വെൽവെറ്റിലൊക്കെ ഉണ്ടാക്കാറില്ലേ. 1 കപ്പ് പാലും അതിലേക്ക് ഇളം ചൂടുള്ള ഒരു പാലെടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് പിരിഞ്ഞിട്ട് കേടിലേക്ക് വരും. അപ്പോൾ അതാണ് നമ്മളെ ബട്ടർ മിൽക്ക്. അപ്പോൾ അത് ഇവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അവസാനം പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ എടുക്കുന്ന ടൈമിൽ ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഡാർക്ക് കളർ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊക്കോ പൗഡർ മാത്രം ചേർത്താൽ ഇതിന് ഒരു നല്ല ഡാർക്ക് കിട്ടുമോ എന്നുള്ളത്.
അപ്പോൾ ഞാൻ കരുതി കളർ ചേർക്കാമെന്ന് കരുതി, പിന്നെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. കളർ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി വേണ്ട, നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനല്ല, അപ്പോൾ കളറൊന്നും ചേർക്കാതെ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. മാഷാഅല്ലാ അത് നല്ല കളർ തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ബട്ടർ മിൽക്കും ഇതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓവണിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. 150 ഡിഗ്രിയിലാണ് ഞാൻ പ്രീ ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് 35 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവണിൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ അതൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ആ ഓയിലും അതുപോലെ തന്നെ നമ്മളെ ബട്ടർ മിൽക്കും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരണം. ഇനിയാണ് നമ്മളെ മോൾഡ് എടുക്കുന്നത്. അപ്പം മോൾഡിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, ഒരു ജിഗ്ലി ടൈപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോൾഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ്, ആ ബെൻഡ് ഉണ്ടല്ലോ, ആ ബെൻഡൊന്നും അത്ര ക്ലിയറായി കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയാണല്ലോ നമ്മൾ വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു മോൾഡ് കാണിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം, അത്രേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതാണ് ടവൽ മോൾഡ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. അപ്പോൾ നമുക്കത് തിരിച്ചെടുക്കുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളത് അതും വേറെ ടെൻഷനാണല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ആ ഒരു ബണ്ട് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഷേപ്പ് മാറുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതുപോലെ ഇത് കുറച്ച് മുകളിലേക്ക് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 9 ഇഞ്ചിൻ്റെ ഒരു സൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ 1.5 kg ആ ഒരു സൈസ് ഉണ്ട് മോൾഡ്. അപ്പോൾ ഞാൻ താഴെ നമ്മൾക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുവരെ ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ബാക്കി ഒരു ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കുറച്ചും കൂടി ഇതൊന്ന് ഹൈറ്റിൽ നമ്മൾ കേക്ക് കിട്ടില്ല, കാരണം ഞാൻ മുകളിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ വേറെ ഷേപ്പായിട്ട് വരും. ബാക്കി ഭാഗം എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനൊരു ചെറിയ എൻ്റെ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു മുകളിലേക്ക് ബാക്കി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടില്ല. ഒരു ഇത്തിരി ബാക്കിയാക്കിയിട്ടുള്ളൂ. അത് ഞാനൊരു 5 ഇഞ്ചിൻ്റെ മുകളിലേക്ക് മാറ്റിക്കൊണ്ടു. കണ്ടോ, നമുക്കിത് ടാപ്പ് ചെയ്യാനൊക്കെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ താഴെ കൂടെ വേറെ ഭാഗത്തേക്ക് അതൊരു അൺഷേപ്പായിട്ട് പോവുകയാണ് കേട്ടോ. ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന ടൈമിൽ അപ്പോൾ ഞാനൊന്ന് സ്ക്യൂവർ വെച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടാപ്പ് ചെയ്യണില്ല. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് 180 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ടിരിക്കും. എനിക്ക് 30 മിനിറ്റ് ആദ്യം വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 5 മിനിറ്റും കൂടി കൊടുത്തു. അതിന് ശേഷം കേട്ടോ എനിക്ക് വെന്ത് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എയർ ബബിൾസ് കളയുക. കണ്ടോ, ടാപ്പ് ചെയ്യാനായിട്ട് പൊക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നേരെ ഓവണിലേക്ക് വെക്കുകയാണ്. ഇനി നിങ്ങൾ പോട്ടിലൊക്കെ ഇറക്കി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയ കേക്ക് അതിനേക്കാളും കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മോൾഡിൽ നിന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് തിരിച്ചെടുക്കാനായിട്ട്. ഇപ്പോഴായിരുന്നു അടുത്ത ടെൻഷൻ ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ബണ്ടെങ്ങാനും പൊട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ, പെട്ടെന്ന് പറ്റും. അപ്പോൾ നമ്മളെ കേക്ക് വലിയ കേടുപാടൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇത് നമ്മളെ മറ്റേ മത്തങ്ങ പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നാലും വേണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ബണ്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ ആ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാത്തതാണ്. അപ്പോൾ ഒരു ബണ്ടൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട്, ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ബൗൾ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നല്ലോ കേട്ടോ, സ്റ്റീലിൻ്റെ ബൗളായാലും മതി. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മളെ ക്രീം യൂസ് ആക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും കൊടുക്കാം കേട്ടോ, ഏത് ക്രീമും യൂസ് ചെയ്യാം. അപ്പം അതും കൂടെ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടില്ല, 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. നമ്മൾ കട്ടിയിൽ ആ ഒരു സോസ് വരണമെങ്കിൽ നമ്മൾ കുറച്ചെടുക്കുക. ഇനി അഥവാ നമ്മൾക്ക് ആ ഒരു ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് തന്നെ എടുത്തോളൂ കേട്ടോ നമ്മൾ ഫ്രഷ് ക്രീം.
എന്നിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ വെള്ളം ഒന്ന് ചൂടായാൽ പിന്നെ അതിൽ കിടന്നിട്ട് ഇതാ ഇതുപോലെ നല്ല തിക്ക് സോസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗനാഷ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കേക്കിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിക്കുന്ന ടൈമിൽ തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് സ്ട്രോബെറി കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറി വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറി വെച്ചിട്ട് അലങ്കരിച്ചു കൊടുക്കാം. ചെറിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ലെമൺ ലീവ്സ് ആണ് കേട്ടോ. നമ്മളെ നാരങ്ങയുടെ ഇലല്ലേ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അലങ്കരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ചെറി കിട്ടാനില്ല, ചെറി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല സോറി, സ്ട്രോബെറി കിട്ടാനില്ല. അപ്പോൾ അഹാനയുടെ ആ ഒരു തോന്നൽ കേക്കിൽ സ്ട്രോബെറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ഒരു മോൾഡ് ഇല്ലാന്ന് കരുതിയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാതിരിക്കണം കേട്ടോ. ഈ ഒരു മോൾഡ് വേണം തന്നെയില്ല, നമ്മൾ നോർമൽ മോൾഡിൽ വെച്ചിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ. സ്വാദ് കൊതി പഴകി മുന്തിരിച്ചാറ് അതു കനവിൽ പടരും ചേല് പലതും രസകരം ഏറെ ഏറെ തോന്നല് തോന്നി നാവിൻ തുമ്പില് Yummy. ഇത് കഴിക്കണമെങ്കിൽ നല്ല സോസ് ഒഴിച്ചിട്ട് കഴിക്കണം കേട്ടോ. നമ്മളൊരു റിച്ച് ഫീല് വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കേക്ക് സോക്ക് ചെയ്യാം. കേക്ക് സോക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷിൽ നല്ല ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ നല്ല സൂപ്പർ റിച്ച് ടേസ്റ്റ് ആണ് കേട്ടോ. തോന്നല് തോന്നി നാവിൻ തുമ്പില് പല ഉറവ പൊടിയും നേരം കരകവിയും മധുരച്ചാല് അതൊരു ചേൽ കലരും ചോറ് പിരിശം പരവശം ചെറുചിരികളലിയും സ്വാദ് കൊതി പഴകി മുന്തിരിച്ചാറ് അതു കനവിൽ പടരും